ഇപ്രാവശ്യത്തെ ഓണം എക്സാമിന്റെ ചോദ്യപേപ്പർ നോക്കിയ സമയത്ത് മനസ്സിലായിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരുന്നു. മാത്സ് പക്ഷെ വലിയ കുഴപ്പമില്ല, വലിയ വിചാരിച്ച അത്ര പാടൊന്നുമില്ല, സിമ്പിൾ ആയിരുന്നു 6 7 വെച്ച് നോക്കുമ്പോൾ. പക്ഷെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുറെ ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ നോക്കുകയാണെങ്കിൽ ഒരു പാഠത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ 2 ആക്ടിവിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ ഒരു ആക്ടിവിറ്റി തന്നെ 5 സബ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 10 സബ് ക്വസ്റ്റ്യൻ ആയി ഈ 2 ആക്ടിവിറ്റിയിലും കൂടെ. അപ്പോൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ 10 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത ഒരു കുട്ടിക്ക് നല്ലോണം ആ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്രാവശ്യം ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ പഠിക്കണമായിരുന്നു, ഇല്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തി. കുറെ പേർക്ക് സമയം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് കുറെ ആൻസർ കീന്റെ ലൈവ് പോയ സമയത്ത് അധികം വന്ന മെസ്സേജ് സമയം കിട്ടിയില്ല, ഇല്ലെങ്കിൽ ഞാൻ എഴുതി ഉത്തരം വെട്ടിയിട്ട് പിന്നെ തെറ്റുത്തരം എഴുതി, അങ്ങനെ കുറെ കൺഫ്യൂഷൻ വന്ന് ഉത്തരമൊക്കെ മാറിപ്പോയവരുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ നമ്മൾ വരുത്തിയ മിസ്റ്റേക്സ് ഒക്കെ എന്ത് ചെയ്യുക, അടുത്ത പരീക്ഷയിലേക്ക് ഇനി അത് വരുത്താതെ നോക്കാം. അപ്പൊ ഇനി ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് ആ പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ഇനി ഇതിനിടയ്ക്ക് നിങ്ങളുടെ കായിക മേളതൊക്കെ വന്നിട്ട് നമ്മുടെ സമയം മുന്നിലുള്ളത് ഇനി വളരെ ചുരുക്കമാണ്. അപ്പൊ ക്രിസ്മസ് എക്സാം പെട്ടെന്ന് വരും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, എക്സാം സമയത്തേക്ക് മാറ്റി വെക്കാതെ നേരത്തെ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഇനി എങ്ങനെയൊക്കെ പാറ്റേൺ മാറിയാലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും നല്ലോണം നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് സമയം പാഴാക്കാതെ പഠിച്ചു തുടങ്ങുക.